സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. എങ്കിൽ ഈ സാധനമൊന്ന് മുത്തിയിട്ടു തന്നെ കാര്യം. ഇത് പറഞ്ഞ പഴയ കുടിയൻ്റെ കഥ അറിയാത്ത ക്രൈസ്തവരില്ല. യഥാർത്ഥത്തിൽ ആൾ പറഞ്ഞത് സാധനം എന്നല്ല, ഒരു ചീത്തവാക്കാണ്. തിരുസ്വരൂപം മുത്താനുള്ള ശ്രമം തിരക്കും തള്ളലും കാരണം പലവട്ടം പരാജയപ്പെട്ടു. അതിൻ്റെ കോപവും വാശിയുമാണ് കുടിയൻ തിരുസ്വരൂപത്തോട് വാക്കിൽ തീർത്തത്. പക്ഷേ ഈ കുടിയനും നാണിച്ചു മടങ്ങും. സീറോ മലബാർ സഭയിൽപ്പെട്ട എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചിലരുടെ മുമ്പിൽ ദിവ്യബലിക്കു വേണ്ടി ശണ്ടയുണ്ടാക്കി ദിവ്യബലി ആയവനെ തന്നെ മറന്നു കളയുന്നവർ, കുർബാനയർപ്പണത്തിലെ ചില ചുവടുകളുടെ കാര്യത്തിൽ സ്വന്തം നിർബന്ധം സാധിക്കാൻ വേണ്ടി തിരുസഭയെയും ഈശോയെയും തള്ളിപ്പറയുന്നവർ, അവരുടേത് വെറും നിർബന്ധമല്ല, ധിക്കാരത്തോളം അത് വളർന്നുപോയി. തിരുസഭയെക്കാളും യേശുക്രിസ്തുവിനേക്കാളും തങ്ങൾക്ക് വലുത് സ്വന്തം ലക്ഷ്യങ്ങൾ എന്നാണ് അവർ സമൂഹത്തെ പഠിപ്പിച്ചത്. മുന്തിരിത്തോട്ടത്തിൻ്റെ വിളവ് ശേഖരിക്കാൻ ഉടമസ്ഥൻ അയച്ച ഭൃത്യരോടും പുത്രനോട് തന്നെയും കടുകൈ ചെയ്ത കൃഷിക്കാരെ പോലെ വിമതർ സഭാ നേതൃത്വത്തിലെ ഓരോ തലത്തിലുള്ളവരോടും പ്രവർത്തിച്ചു. മേജർ ആർച്ച് ബിഷപ്പും കർദിനാളുമായ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ ആദ്യം ധിക്കരിച്ചപ്പോൾ അവർ പറഞ്ഞു, മാർപ്പാപ്പ പറയട്ടെ, അതനുസരിച്ച് മുന്നോട്ട് പോകാമെന്ന്. സിനഡിനെ അനുസരിക്കാൻ വത്തിക്കാൻ സൗമ്യ നിർദ്ദേശം നൽകിയപ്പോൾ വത്തിക്കാനെ തള്ളി. സിനഡിൻ്റെ തീരുമാനം നിരാകരിച്ചു. തുടർന്ന് വത്തിക്കാൻ പ്രതിനിധിയെ, ഒടുവിൽ മാർപ്പാപ്പയെ തന്നെ ധിക്കരിച്ചു, തള്ളിപ്പറഞ്ഞു. അവരുടെ കണ്ണിൽ മേജർ ആർച്ച് ബിഷപ്പിന് തെറ്റും പിഴയും പറ്റി. സഭാ സിനഡിനാകെ തെറ്റുപറ്റി. വത്തിക്കാൻ പ്രതിനിധിക്ക് തെറ്റി, പൗരസ്ത്യ തിരുസംഘത്തിനു തെറ്റി, മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റി. തെറ്റുപറ്റാത്തതും ശരിക്കു വേണ്ടി നിലകൊള്ളുന്നതും തങ്ങൾ മാത്രം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ചുറ്റുവട്ടത്തെ സഭാപിതാവിനെയും പിതാക്കളുടെ സമ്മതിയെയും വത്തിക്കാൻ്റെ പ്രതിനിധിയെയും തിരുസംഘത്തെയും മാർപ്പാപ്പയെയും വരെ ധിക്കരിച്ചു കഴിഞ്ഞു. ഇനി അവർക്ക് ധിക്കരിക്കാൻ ഭൂമിയിൽ ആരും അവശേഷിച്ചിട്ടില്ല. അവർ പറഞ്ഞ ഒരു കാര്യം നിവൃത്തിയായി. ജനാഭിമുഖ കുർബാനയ്ക്കായി ഏതറ്റം വരെയും പോകുമെന്ന് പറഞ്ഞത്. ഏതറ്റം വരെയും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മാർപ്പാപ്പയ്ക്കും തിരുസഭയുടെ അതിരുകൾക്കും അപ്പുറത്ത് എന്നായിരുന്നോ? അറിയില്ല. അത് അവർ തന്നെയാണ് ഇനിയുള്ള നാളുകളിൽ കാട്ടിത്തരുക. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് പറഞ്ഞാൽ അത് അഭിക്ഷിപ്തരുടെ വിശ്വാസധീരതയുടെ വാക്കുകൾ. എന്നാൽ വാശിയും നിർബന്ധവും നടപ്പാക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് പറഞ്ഞാൽ അത് ദുരന്തത്തിൻ്റെ സൂചനയാണ്. ആ വാക്കുകളുടെ സീമന്താശയം തിരുസഭയ്ക്ക് പുറത്തായാലും അകത്തായാലും തങ്ങൾക്ക് പ്രശ്നമല്ലെന്നല്ലേ? ആപൽക്കരമായ വാക്കുകൾ. സ്വന്തം അഭിലാഷങ്ങളുടെ കുടുക്കിൽപ്പെട്ട അവർ സഭയിൽ പിളർപ്പുണ്ടാകുമെന്ന മട്ടിൽ വാർത്ത പ്രചരിക്കാൻ ഇട നൽകുന്നു. അതേസമയം അവരുടെ നാവുകൊണ്ട് തന്ത്രപൂർവം അത്തരം സാധ്യതകൾ നിഷേധിക്കുന്നു. പറഞ്ഞു കുടുങ്ങാതിരിക്കാനുള്ള കരുതലോ? ഇവരുടെ പ്രചാരണത്തിൽ കുടുങ്ങി സീറോ മലബാർ സഭയിൽ പിളർപ്പുണ്ടാകുമോ എന്ന മട്ടിൽ പലരും സന്ദേഹങ്ങളും ഊഹാപോഹങ്ങളും ഉയർത്തുന്നു. അവരെല്ലാം ഒന്നടങ്കം സഭാശത്രുക്കളും വിമർശകരുമല്ല. എങ്കിലും ശത്രുക്കളല്ലാത്തവരും അബദ്ധം പറയുന്നു. സീറോ മലബാർ സഭയിൽ പിളർപ്പുണ്ടാക്കാൻ കലാപചിന്തയ്ക്ക് കഴിയില്ല എന്നറിയാതെ ആന ആളെ തള്ളിയിട്ടു എന്നല്ല, തള്ളിയിട്ടു എന്നാണല്ലോ പറയുക. അത് ആനയുടെ വലുപ്പം. ആരെങ്കിലും സീറോ മലബാർ സഭാ നേതൃത്വത്തെയും മാർപ്പാപ്പയെയും ധിക്കരിച്ചു പുറത്തായാൽ സഭയെ പിളർത്തുകയല്ല, സഭയിൽ നിന്ന് കഷ്ണമായി അടർന്നു പോകുക മാത്രമാണ് സംഭവിക്കുക. അവർക്കൊപ്പം തിരുസഭയിലെ വിശ്വാസികൾ ഒഴുകിപ്പോകുകയുമില്ല. ആ സാഹസത്തിന് അഭിഷിക്തരെയും കൂട്ടുകിട്ടില്ല. പോയാൽ പിന്നെ അവർക്ക് തിരുസഭയില്ല. പിളർന്നു മാറി കത്തോലിക്ക കൂട്ടായ്മയിൽ
സ്വതന്ത്രമായി നിൽക്കാമെന്നത് തെറ്റിദ്ധരിപ്പിക്കൽ മാത്രം. 2000 വർഷം മുമ്പ് പരിശുദ്ധാത്മാവ് വഴി ഈശോയിൽ നിന്ന് അപ്പോസ്തലന്മാർക്ക് ലഭിച്ച അഭിഷേകത്തിൻ്റെ ഇടമുറിയാത്ത കണ്ണിയാണ് എറണാകുളം അങ്കമാലിയിലെയും സഭാശക്തി എന്നത് ചിലർ മറന്നതുപോലെ. ആ കണ്ണിയിൽ നിന്ന് അടർന്നു മാറിയാൽ എവിടെ എത്തുമെന്നതിന് കേരളത്തിൽ തന്നെ നിരവധി ഗണങ്ങളുടെ അനുഭവമുണ്ട്. തായ്തണ്ടിൽ നിന്ന് അടർന്നത് മറ്റൊരു തായ്തണ്ടാകില്ല, അതിൽ ജീവനും ഉണ്ടാകില്ല. എങ്കിലും തായ്തണ്ടിന് അത് വേദനയുടെ അനുഭവം തന്നെയാണ്. നിർജീവത്വവും വേദനയും രണ്ടും പാടില്ലാത്തതു തന്നെ. കത്തോലിക്ക സഭയിലെ കൂട്ടായ്മയിലുള്ള ദിവ്യബലിയുടെയും ദിവ്യകാരുണ്യത്തിൻ്റെയും ജീവനും ശക്തിയും അനുഭവിച്ചറിഞ്ഞ ഒരു വിശ്വാസിയും അൽമായനായാലും മേൽപ്പട്ടക്കാരനായാലും സഭ വിട്ടുപോകില്ല. അങ്ങനെ പോകുന്നവരുടെ നഷ്ടവും ദുരന്തവും പ്രവചിക്കാനാകില്ല. ആ ദുർഗതി ഒരു വിശ്വാസിക്കും സംഭവിക്കാതിരിക്കാനാണ് ഒരുപക്ഷെ വൈകി പോകാത്ത വേഗത്തിൽ വത്തിക്കാൻ ഇടപെട്ടത്. അതിനുള്ള ദൗത്യമാണ് മാർ ആൻഡ്രൂസ് താഴ്ത്തിപ്പിതാവ് ഏറ്റെടുത്ത് തുടങ്ങി വച്ചിരിക്കുന്നത്. റോം ഇടപെട്ടാൽ പ്രശ്നം അവസാനിക്കുക എന്നത് ഇതുവരെയുള്ള പാരമ്പര്യമായിരുന്നു. എന്നാൽ പതിവില്ലാത്ത പലതിനും തുടക്കം കുറിച്ച എറണാകുളത്തെ ചില നിഷേധകർ ആ പാരമ്പര്യവും തിരുത്തി. സ്വന്തം അനുസരണക്കേട് വഴി ആഗോള സഭാ വാർത്തയിൽ ഇടം പിടിക്കാൻ സമീപകാലത്തെങ്ങും മറ്റേതെങ്കിലും രൂപതയ്ക്കോ അതിരൂപതയ്ക്കോ ഇടയായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. മാർപ്പാപ്പയെ പോലും ധിക്കരിക്കുന്ന തുടർച്ചയായ അനുസരണക്കേട് വളയത്തിന് പുറത്തെ അരാജകത്വത്തിലേക്കല്ലാതെ മറ്റെവിടേക്കാണ് വഴി നയിക്കുക? ആ ദുരന്തം ഒഴിവാക്കാനാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് തുടക്കമിടുന്നത്. അതിനാണല്ലോ ഭിന്നതയുടെ യോഗത്തെ അദ്ദേഹം വിലക്കിയത്. നടപടികൾ നിഷേധകർക്ക് നിയന്ത്രണങ്ങളായി അനുഭവപ്പെടുന്നത് സ്വാഭാവികം മാത്രം. എങ്കിലും അന്തിമമായി അത് വിമതരെയാണ് കുഴപ്പത്തിലും ദുരന്തത്തിലും നിന്ന് രക്ഷിക്കുക. കാരണം അവരാണ് ആധ്യാത്മികമായ അപകടത്തിൻ്റെ വരമ്പിൽ നടക്കുന്നത്. അവരാണ് വീഴ്ചയിലേക്ക് പാഞ്ഞിരിക്കുന്നത്. അവർ ഒന്ന് മറക്കുന്നു. അൾത്താരയിലേക്ക് നോക്കി ദിവ്യബലി അർപ്പിച്ചവരും ആ ബലിയിൽ പങ്കു ചേർന്നവരുമാണ് സീറോ മലബാർ സഭയിലെ മുൻഗാമികളായ വിശുദ്ധ ഗണം. സ്വർഗം അംഗീകരിച്ച ബലിയർപ്പണ രീതികളിലൊന്ന് സഭയിലാകെ നടപ്പാകണമെന്ന് മാർപ്പാപ്പ വരെയുള്ളവർ നിർദ്ദേശിച്ചിട്ടും ധിക്കരിക്കുന്നവർക്ക് തന്നിഷ്ടമല്ലാതെ മറ്റെന്താണ് പ്രേരണാശക്തി? തിരുത്തലിൻ്റെ മനോഭാവം ഇനിയും ദൃശ്യമല്ല. എതിർപ്പിൻ്റെ അരൂപി വിളയാട്ടം തുടരുകയാണ്. എങ്കിലും പ്രതീക്ഷിക്കാം, ദൈവാരൂപിക്ക് അസാധ്യമായി ഒന്നുമില്ലല്ലോ. ആശ്ലേഷിക്കാൻ ഒരുങ്ങുന്ന വിപത്തിൽ നിന്ന് ഏവരും അകന്നു മാറട്ടെ. അതിന് പുതിയ നടപടികൾ ഇടവരുത്തട്ടെ. സംസ്ഥാന സർക്കാരിനോട് ഒരു വലിയ ചോദ്യം. ആലപ്പുഴ കളക്ടറായി നിയമിച്ച ശ്രീറാം വെങ്കിട്ടരാമനെ മാറ്റിയത് സർക്കാരിൻ്റെ തിരുത്തലോ മതസമ്മർദ്ദത്തിന് മുമ്പിലെ കീഴടങ്ങലോ? ഉത്തരം സർക്കാർ പറയണമെന്നില്ല. അല്ലാതെ തന്നെ ജനങ്ങൾക്ക് കാര്യം ബോധ്യമായി കഴിഞ്ഞു. സർക്കാരിനെ വിരളി പിടിപ്പിക്കാനും വരുതിയിൽ നിർത്താനും മതസംഘടനകൾക്ക് സാധിച്ചിരിക്കുന്നു. ഒന്നുകിൽ ഭരിക്കുന്ന ആർക്കോ വിരളി, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ മതസംഘടനകളുടെ നില ഉയർത്താൻ വേണ്ടി അങ്ങനെയൊരു നാടകം. രണ്ടായാലും നഷ്ടം സർക്കാരിനല്ല, പൊതുസമൂഹത്തിനാണ്. അവരുടെ അനുമതിയില്ലാതെ ഇസ്ലാമിക സംഘടനകളുടെയും നേതാക്കളുടെയും മുമ്പാകെ സർക്കാർ ഒരു കീഴടങ്ങൽ നടത്തിയിരിക്കുന്നു. അവരുടെ ഭീഷണിക്ക് സർക്കാരും സമൂഹവും വഴങ്ങേണ്ടി വരും എന്ന് അന്യായമായി സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. അതിനെ സൈദ്ധാന്തികമായി വിശദീകരിക്കാൻ CPM നേതാക്കൾ ബന്ധപ്പെടുകയാകാം. എന്തായാലും CPM സംസ്ഥാന നേതാവ് വിശദീകരിച്ചതുപോലെയല്ല ജനങ്ങൾ അതിനെ മനസ്സിലാക്കുന്നത്. പൗരസമൂഹത്തിൻ്റെ വികാരവും എതിർപ്പും കണക്കിലെടുത്തുള്ള സർക്കാരിൻ്റെ തിരുത്തൽ എന്ന അവകാശവാദവും ആരും അംഗീകരിക്കുന്നില്ല. മറിച്ച്
അനഭിമത പ്രവണതയ്ക്ക് കീഴടങ്ങിയെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. ഇത് സർക്കാർ ജനങ്ങളെ പണയം വെച്ചതിന് തുല്യമാണ്. ഈ വഴങ്ങലിനെയും പണയപ്പെടുത്തലിനെയും വെള്ളയടിക്കാൻ ചില മാധ്യമങ്ങളും തങ്ങളുടേതായ പണിയെടുക്കുന്നു. ശ്രീറാം വെങ്കട്ടരാമൻ്റെ കലക്ടർ നിയമനത്തിനെതിരെ സർക്കാർ പക്ഷത്തു നിന്ന് തന്നെ എതിർപ്പുണ്ടായിരുന്നു എന്ന പ്രചാരണത്തിലൂടെ. അങ്ങനെയുണ്ടെങ്കിലും ഇല്ലെങ്കിലും കലക്ടർ നിയമനം നിശ്ചയിക്കേണ്ടത് മതസംഘടനകളും മതനേതാക്കളുമല്ല. നേതാക്കൾ രഹസ്യത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പകൽ വെളിച്ചത്തിൽ സെക്കുലർ സമൂഹത്തിൻ്റെ യുക്തിബോധത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു മതത്തിൻ്റെ സംഘടനകളും നേതാക്കളും സർക്കാരിനെ വിറപ്പിക്കാൻ ഇറങ്ങിയതിനെ കുറിച്ചാണ്. കലക്ടർ നിയമനം ശരിയോ തെറ്റോ എന്ന ചോദ്യം ഇതോടെ 2ാം സ്ഥാനത്തേക്ക് മാറുകയാണ്. ഇപ്പോഴും ഇനി അങ്ങോട്ടും ഒന്നാമത്തെ ചോദ്യം മറ്റൊന്നാണ്. ഇക്കാര്യത്തിൽ സർക്കാരിനോട് കൽപ്പിക്കാൻ മതസംഘടനകൾക്കും മതനേതാക്കൾക്കും എന്തവകാശം? ഇല്ലാത്ത അധികാരവും ആധിപത്യവും തങ്ങൾക്കുണ്ടെന്നും ഇന്ത്യയെ തങ്ങളുടെ മതാധിപത്യത്തിൽ കൊണ്ടുവരുമെന്നും ഭീഷണിപ്പെടുത്തുന്ന ഗണങ്ങളോട് ചോദിക്കുന്നില്ല. അവരുടെ നടപടിയെ ഒരു ചോദ്യം കൊണ്ട് പോലും സെക്കുലർ സമൂഹം അംഗീകരിക്കേണ്ടതില്ല. ചോദ്യം ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിനോടാണ്, ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള സർക്കാരിനോട് മാത്രം. ശ്രീറാം വെങ്കട്ടരാമൻ ഉൾപ്പെട്ട കേസ് തികച്ചും സെക്കുലർ. വാഹനാപകടത്തിൽ മരിച്ചത് പത്രലേഖകരുടെ സമൂഹത്തിലെ അംഗം. ആ അപകടവും തുടർന്നുള്ള നിയമ നടപടികളും വിവാദമായി എന്നത് വസ്തുത. അതേക്കുറിച്ചുള്ള പരാതിയും ന്യായം. അതേ മട്ടിൽ ഇനിയും തീർപ്പാക്കാത്ത വേറെയും വാഹനാപകട കേസുകൾ ഉണ്ട്. ഒരു ഉദാഹരണം, മറ്റൊരു ജേർണലിസ്റ്റ് SV പ്രദീപിൻ്റെ മരണത്തിനിടയാക്കിയ വാഹനാപകടം. ജോലി ചെയ്തിരുന്ന സ്ഥാപനങ്ങൾ ഏവയായാലും 2 പേരും ചെയ്തിരുന്നത് മാധ്യമപ്രവർത്തനം. പക്ഷെ ഒരാളിൻ്റെ പേരിൽ മാത്രം മതസംഘടനകളും നേതാക്കളും സർക്കാരിനെതിരെ ഇറങ്ങുന്നു. കാരണം ആ വ്യക്തിയുടെ പേര്, ആ വ്യക്തി തങ്ങളുടെ മതക്കാരനാണെന്നതല്ലാതെ ഈ കേസ് മാത്രം ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും നേതാക്കളും ഏറ്റെടുക്കുവാൻ എന്ത് പ്രത്യക്ഷ കാരണമാണുള്ളത്? വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടയാളിന് നീതി ലഭ്യമാക്കുക എന്ന ശുഭ്രലക്ഷ്യമായിരുന്നില്ല ഈ ശക്തി പ്രകടനത്തിന് ഇറങ്ങിയവരുടേത്. ആയിരുന്നെങ്കിൽ അവർ പേരിന് വേണ്ടിയെങ്കിലും VS പ്രദീപിൻ്റെ കാര്യം പറയുമായിരുന്നു. മറ്റു നിരവധി ഇരകളുടെ കാര്യവും ചൂണ്ടിക്കാട്ടുമായിരുന്നു. അവരുടെ ലക്ഷ്യം മറ്റു ചിലതാണ്. തങ്ങൾ ഉൾപ്പെട്ട മതസ്വത്വം സമൂഹത്തിൻ്റെ പൊതുസ്വത്വത്തിനുമേൽ പ്രതിഷ്ഠിക്കുക. അത് സംഭവിക്കുമ്പോൾ അതിൻ്റെ പിതൃത്വം തങ്ങളുടേതെന്ന് സ്ഥാപിക്കുക എന്നിവയാണ് അവരുടെ ഉന്നങ്ങൾ. അതുകൊണ്ടാണ് അന്തരിച്ച മാധ്യമപ്രവർത്തകൻ ബഷീറിന് വേണ്ടിയുള്ള സമുദായ നീക്കത്തിൽ പോരാളികളായി സ്വയം പോർച്ചട്ടയണിഞ്ഞ് രംഗത്തെത്തിയത്. ഇത് വാഹനാപകട കേസിൽ മതസംഘടനകളുടെ അതിരുകടന്ന ഇടപെടലോ വിവേകശൂന്യമായി സംഭവിച്ചു പോയതോ അല്ല, ഒറ്റപ്പെട്ടതുമല്ല. സമീപകാലത്തായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമികവാദ ആധിപത്യ ശ്രമങ്ങളുടെ മറ്റൊരു മുഖം. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിനെതിരെ വിദ്വേഷ പ്രചാരണവുമായി ഇറങ്ങിയവരുടെ ഗണത്തിലും തരത്തിലും പെട്ടവർ തന്നെ. അന്ന് മറ്റൊരു മുഖമാണ് സമൂഹം കണ്ടതെന്ന് മാത്രം. ചിലരുടെ മയക്കുമരുന്ന് പ്രണയ ചതിക്കുരുക്കിനെ കുറിച്ച് സഭാംഗങ്ങളായ ചെറുപ്പക്കാർക്ക് മുന്നറിയിപ്പ് നൽകാൻ ബിഷപ്പിന് അവകാശമില്ലെന്ന് വിധിച്ചവരെ മൗനം കൊണ്ട് പിന്തുണച്ചവരാണ് പലരും. തങ്ങളുടെ ചെറുപ്പക്കാർ ചെന്നുപെടുന്ന കെണികളെ പരാമർശിച്ചതിനെ കല്ലറങ്ങാട്ട് പിതാവിനെ വാക്കുകൊണ്ടും കായികമായും വരെ നേരിടാൻ തുനിഞ്ഞവരുമുണ്ട്. അവർക്കിന്ന് ഒരു സെക്കുലർ കേസിൻ്റെ പേരിൽ മതശക്തി പ്രകടനവുമായി രംഗത്തിറങ്ങാൻ മടിയില്ല. കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞത് ശരിയെന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ ഇപ്പോഴും നടക്കുന്നു. ക്രൈസ്തവ ഹൈന്ദവ പെൺകുട്ടികളുടെ ദുരന്തം ആവർത്തിക്കുന്നു. ഇങ്ങനെ കുടുങ്ങുന്ന ചില പെൺകുട്ടികളെ മയക്കുമരുന്ന് വ്യാപാരത്തിൻ്റെ കണ്ണുകളാക്കി മാറ്റുന്നു. ഇത്തരത്തിൽ കേസിലും തടവിലും പെട്ടുപോയവരുടെ വിവരം അടുത്ത നാളിലാണ് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ സമൂഹത്തോട് പങ്കുവച്ചത്. ഞെട്ടിക്കുന്ന ആ വസ്തുതകൾ സർക്കാരോ പോലീസോ
ഉത്തരവാദപ്പെട്ട മറ്റെന്തെങ്കിലും അധികാര കേന്ദ്രമോ കണക്കിലെടുത്തതായ അറിവില്ല. ആ നിഷ്ക്രിയത്വത്തെ ചോദ്യം ചെയ്യും മുമ്പ് പറയാനുള്ളത് മറ്റൊന്നാണ്. നടുക്കുന്ന ഇത്തരം കാര്യങ്ങൾ പറയുന്നത് പോലും കുറ്റകരമെന്ന് ഏകപക്ഷീയമായി വിധിക്കുന്നവർ തന്നെയാണ് വാഹനാപകട കേസിനെ മതസാമുദായിക വിഷയമാക്കാൻ തുനിഞ്ഞത്. ഇത്തരം നീക്കങ്ങൾക്ക് അവരെ പഴിച്ചിട്ട് കാര്യമില്ല. മറ്റു സംസ്ഥാനങ്ങളിലെ പൊതു സ്കൂളുകളിൽ ഇതര മതസ്ഥരായ കുട്ടികളെ കൊണ്ട് മാതാപിതാക്കളോ സമൂഹമോ അറിയാതെ തങ്ങളുടെ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലിക്കുന്ന ഇസ്ലാമികവാദികളെക്കുറിച്ച് അടുത്ത നാളിലാണ് വാർത്ത പുറത്തു വന്നത്. ഇതുവഴി കുട്ടികളുടെ ഉൾമനസ്സിലേക്ക് ഇസ്ലാമിക വിശ്വാസം ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന പ്രവണത അറിവുകേടോ ആസൂത്രിത പദ്ധതിയോ? രാജ്യത്ത് പതിവില്ലാത്ത വിധം ചില സ്ഥാപനങ്ങളിൽ വെള്ളിയാഴ്ച അവധി നടപ്പാക്കിയ സംഭവവും പുറത്തു വന്നത് അടുത്ത കാലത്ത്. തുടർന്ന് സർക്കാർ അത് നിരോധിക്കേണ്ടി വന്നു. ഇനിയും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടാതെ തുടരുന്ന ഇത്തരം നീക്കങ്ങൾ രാജ്യത്തിൻ്റെ ഏതൊക്കെ കോണിലുണ്ടെന്ന് പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. 2047 ഇസ്ലാമിക രാജാധിപത്യം എന്ന പ്രഖ്യാപനം തീർത്തും കഴമ്പില്ലാത്തതായി കരുതിക്കൂടാ എന്ന് ഇത്തരം സംഭവങ്ങൾ മുന്നറിയിപ്പ് തരുന്നു. കേരളത്തിലുണ്ടായ പൊതുവിഷയത്തിൽ മതാടിസ്ഥിതമായി ഇടപെടുന്ന പ്രവണതയും ഇതിൻ്റെ ഭാഗമെന്ന് സംശയിക്കേണ്ടി വരുമോ? മറ്റെന്തു ന്യായത്താൽ സർക്കാർ സ്വന്തം നടപടി തിരുത്തിയാലും അത് ജനങ്ങൾക്ക് തോൽവിയല്ല. എന്നാൽ ചിലർ മതത്തിൻ്റെ പേരിൽ നടത്തിയ ശക്തി പ്രകടനത്തിന് സർക്കാർ വഴങ്ങിയെന്ന ധാരണ ശ്രീറാം വെങ്കട്ടരാമൻ കളക്ടറാകുക എന്ന താൽക്കാലിക സംഭവത്തേക്കാൾ ആശങ്കാജനകമായി അനുഭവപ്പെടും. 100% ഭോഷത്വം പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ബൈബിൾ റദ്ദാക്കി എന്ന ദുഷ്പ്രചാരണത്തെക്കുറിച്ചാണ്. സാമാന്യ ബുദ്ധിയുള്ള ഏതു കത്തോലിക്ക വിശ്വാസിയും കത്തോലിക്ക സഭയോടോ ഫ്രാൻസിസ് മാർപ്പാപ്പയോടോ വിദ്വേഷമില്ലാത്ത ഏത് ക്രൈസ്തവനും ആ ശ്രവണ മാത്രയിൽ തള്ളിക്കളയുന്ന കാര്യം ബൈബിൾ കാലാഹരണപ്പെട്ടതിൽ ബിബ്ലിയ 2000 എന്ന പേരിൽ പുതിയ ബൈബിൾ പ്രസിദ്ധീകരിക്കും എന്നും കൂടി പാപ്പ പ്രഖ്യാപിച്ചതായാണ് ഈ കുവാർത്തയിൽ പറയുന്നത്. നിശ്ചയമായും ഇത് വാർത്തയല്ല, അബദ്ധവാർത്തയല്ല, കുവാർത്ത തന്നെയാണ്. അതിൻ്റെ ഉള്ളടക്കം ദോഷകരമായ സത്യവിരുദ്ധത. വാർത്ത പോലെ അതിപ്പോൾ അതേപടി പ്രചരിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യവും ദുഷിച്ചതോ സംശയജനകമോ തന്നെ. എങ്ങനെ ഇത്തരത്തിലൊരു വാർത്തയുണ്ടായി? ചരിത്രത്തിൽ പാരീസിലെ ഐഫൽ ടവറും ന്യൂയോർക്കിലെ ബ്രൂക്ലിൻ പാലും പോയ്സ് എന്ന ഇല്ലാ രാജ്യവും വിറ്റ വിരുദ്ധന്മാരുടെ ഭൂലോക തട്ടിപ്പുകളുടെ പട്ടികയുണ്ടെന്നോർക്കുക. സത്യത്തിൽ മുമ്പേ പറഞ്ഞ കള്ളവാർത്തയുടെ തുടക്കം 2018 ഔചിത്യബോധമില്ലാതെ പൊയ് വാർത്തകൾ തമാശയാക്കി പ്രസിദ്ധീകരിക്കുന്ന vernicenews.com എന്ന വെബ് മാധ്യമത്തിൽ. അത് അപ്രകാരം തന്നെ ലോകം മനസ്സിലാക്കുകയും ചെയ്തു. ആ ചരിത്രം അറിയാത്തവരിലേക്ക് പുതിയ വാർത്തയെന്ന മട്ടിലാണ് ചിലർ ഈ കുവാർത്ത എത്തിക്കുന്നത്. ഇത് വ്യാജ പ്രചാരണമാണെന്നതിനെ ഇൻ്റർനെറ്റിലെ ഫാക്ട് ചെക്ക് വഴി നിശ്ചയമായും ആർക്കും ബോധ്യപ്പെടും. അത് വെബ് പേജുകളിൽ വ്യക്തമായി പറയുന്നുമുണ്ട്. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അഥവാ കത്തോലിക്ക സഭ സത്യവിരുദ്ധത പഠിപ്പിക്കുന്നു എന്ന് വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും ചിലർ താല്പര്യപ്പെടുന്നു. വ്യാജ വാർത്തകളുടെ ഖണ്ഡനത്തെ എതിർഖണ്ഡന വഴി സംശയത്തിലാക്കി വ്യാജം പ്രചരിപ്പിക്കുന്നവരെ ഇപ്പോഴും കാണാം പ്രതികർത്താക്കളുടെ നിരയിൽ. സത്യത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്ര വ്യാപകമായി വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിക്കാനാണ് 2018 ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തത്. ഫോൺ പോലെ അത് കയ്യിൽ കരുതാനും മൊബൈൽ സന്ദേശം വായിക്കുന്നത്ര താല്പര്യത്തോടെ സദാ ബൈബിളിലെ ദൈവിക സന്ദേശങ്ങൾ വായിക്കാനും കൂടി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രേരണ നൽകി. ഷെൽഫിൽ അടച്ചു വെക്കപ്പെടേണ്ട പുസ്തകമല്ല ബൈബിൾ എന്നും അത് വിതയ്ക്കപ്പെടേണ്ട ജീവബീജമാണെന്നും
ഉത്തിതനായ യേശു തൻ്റെ നാമത്തിൽ നവജീവൻ പ്രാപിക്കാൻ നൽകിയ ദാനമാണ് ബൈബിൾ എന്നും പാപ്പ കഴിഞ്ഞ വർഷം പറഞ്ഞതും പ്രചാരത്തിലുണ്ട്. സത്യം ഇതായിരിക്കെ പ്രചരിക്കുന്ന വ്യാജ വാർത്തയേക്കാൾ ഗൗരവത്തിൽ കാണേണ്ടത് അത് മുഖവിലക്കെടുത്ത് കത്തോലിക്ക സഭയെയും മാർപ്പാപ്പയെയും ഇങ്ങനെയാണെന്ന് നിരുത്തരവാദപരമായും ദുരുപദിഷ്ടപരമായും ചിലർ നടത്തുന്ന കമൻറ്റ് അവതരണങ്ങളെയല്ലേ. മാർപ്പാപ്പ കർത്തൃപ്രാർത്ഥന തിരുത്തി എന്ന പ്രചാരണവും ഇത്തരത്തിൽ തന്നെ ഉള്ളതാണല്ലോ. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു കോമ പോലും മാർപ്പാപ്പ തിരുത്തിയിട്ടില്ല, തിരുത്താൻ ഉദ്യമിച്ചിട്ടുമില്ല. എന്നാൽ സ്വതന്ത്ര പ്രാർത്ഥന രൂപപ്പെടുത്തുമ്പോൾ തിരുവചനങ്ങളിലെ ഏതു ഭാഗവും പ്രായോഗികമായി ഇണങ്ങുന്ന രൂപത്തിൽ മായം ചേർക്കാതെ ഉൾപ്പെടുത്താൻ ഔദ്യോഗികമായി മാർപ്പാപ്പയ്ക്കും സ്വകാര്യമായി വ്യക്തികൾക്കും കഴിയുമെന്നത് എങ്ങനെയാണ് തെറ്റാകുന്നത്? ഇതറിയാതെയോ അറിഞ്ഞിട്ടോ മാർപ്പാപ്പയ്ക്കെതിരെ ഇപ്പോഴും പ്രചാരണം നടത്തുകയാണ് ചിലർ. ഫുൾട്ടൻ ജെ ഷീൻ ഒരിക്കൽ പറഞ്ഞു, കത്തോലിക്ക സഭ യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നവയുടെ പേരിലല്ല, പഠിപ്പിക്കുന്നു എന്ന് ചിലർ കരുതുന്നവയുടെ പേരിലാണ് സഭ വിമർശിക്കപ്പെടുന്നത് എന്ന്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാര്യത്തിലും അതുതന്നെ സംഭവിക്കുന്നു. വിശ്വാസതയില്ലാതിരുന്ന തൻ്റെ പിതാവ് നരകത്തിലാണോ എന്ന് ഹൃദയവേദനയോടെ ചോദിച്ച ബാലനെ പാപ്പ നൽകിയ സമാശ്വാസപരമായ മറുപടിയെ രക്ഷപ്പെടാൻ ദൈവവിശ്വാസം വേണ്ടെന്ന നിരുപാധിക പ്രസ്താവനയാക്കി മാറ്റിയതും മറക്കാറായിട്ടില്ല. ഇത്തരം കെണികളിൽ വീഴാതിരിക്കാൻ സത്യാന്വേഷികൾക്കും സത്യവിശ്വാസികൾക്കും ജാഗ്രത കൂടിയേ കഴിയൂ. ഇടത്തും വലത്തും തലങ്ങും വിലങ്ങുമുള്ള മാധ്യമങ്ങളുടെ കുപ്രചരണങ്ങൾക്കെതിരായ ജാഗ്രത. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.